ഒരു ഘട്ടത്തിൽ ഈ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണന ഇപ്പോൾ പാരിയത്തുകാവിലെ കുടുംബങ്ങളുടെ കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നുണ്ട്. കുടിയൊഴിപ്പിക്കൽ നടപ്പാക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുമ്പോൾ സർക്കാർ കോടതിയെ സമീപിച്ചല്ലോ 2 ആഴ്ച സമയം തേടിക്കൊണ്ട്. ആ സമയം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ കോടതി വിധി സംരക്ഷിക്കാൻ ബാധ്യതയുണ്ട് സർക്കാരിന് എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ തർക്കഭൂമിയിൽ താമസിക്കുന്നവരുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ഇതുവരെ നിയമവഴി തേടിയിട്ടില്ല എന്ന് കൂടിയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇനി ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? അല്ല, ഇപ്പോ ഇതുവരെ സർക്കാരോ അല്ലെങ്കിൽ ആരും ഇവരെ സഹായിക്കാനില്ലായിരുന്നു എന്നുള്ളതാണല്ലോ കോടതി പോലും കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ ഒരു സർക്കാർ അവരെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഇന്ന് കോടതിയിൽ ഹാജരായി ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽ വീണ്ടും കൊണ്ടുവന്നിട്ടുള്ളത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 14 പ്രാവശ്യം കുടിയിറക്കൽ നടപടി ഉണ്ടായിരുന്നു. അന്ന് പോലീസ് അട്രോസിറ്റി പല പ്രാവശ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്നില്ല. അന്നൊക്കെ പല കേസുകളും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. ആളുകളെ പിടിച്ച് ജയിലിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട സമയമല്ല. ഇപ്പോൾ UDF ഗവൺമെന്റ് വന്ന് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഈ കുടിയൊഴിപ്പിക്കലുമായി വന്നത്. അപ്പോൾ ഗവൺമെന്റ് അപ്പോൾ തന്നെ ഇടപെട്ടു. ഒരു മന്ത്രിയെ സംസാരിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തി. എന്നെയും ആ ചുമതലയുടെ ഭാഗമായി ആക്കി. ഞങ്ങളെ ഏൽപ്പിച്ച അന്ന് രാത്രി തന്നെ ഞങ്ങൾ ആ കുടിയൊഴിപ്പിക്കാൻ പോകുന്ന കുടുംബങ്ങളെ വിളിച്ച് സംസാരിച്ചു. അവരുടെ അവലാതി കേട്ടു. അതിനുശേഷം ആ ഭൂമി ഉടമസ്ഥരുമായും സംസാരിച്ചു. കാരണം സംസാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ കഴിഞ്ഞ കോടതി വിധി വന്നതിന് ശേഷം ഒരു സഹായവും ഇതേവരെ ചെയ്യാത്ത CPM എന്ന് പറയുന്ന ഈ പട്ടികജാതിക്കാരെ കൊണ്ടു നടന്ന് ചതിക്കുന്ന ആ പാർട്ടി വീണ്ടും ഇത് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ജില്ലയിലുണ്ടായിരുന്ന P. രാജീവ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഇവിടെ മന്ത്രിയായിരുന്നിട്ട് പോലും 14 പ്രാവശ്യം കുടിയിറക്കിയിട്ടും അവിടേക്ക് വരാതെ തിരിഞ്ഞു നോക്കാതിരുന്ന മന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ വന്ന് പറയുന്നു, ഞങ്ങളെ പലതും ആലോചിച്ചിരുന്നു. എന്താലോചിച്ചിരുന്നു? അവിടുത്തെ MLA ഗവൺമെന്റ് വക്കീൽ കൂടിയാണ്. ഇവരുടെ ആരുടെയെങ്കിലും സഹായം ഈ പറയുന്ന ഈ പാവങ്ങൾക്കുണ്ടായോ? ഉണ്ടായിട്ടില്ല. ഒരാളുടെ സഹായം ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇപ്പോൾ വന്ന് കിടന്ന് നിലവിളിക്കുകയാണ്. ഇതാണ് കള്ളത്തരം എന്ന് പറയുന്നത്, പച്ചക്കള്ളത്തരം. ഈ പാവങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള കള്ളത്തരവുമായി പാർട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിത് സമവായത്തിലൂടെ തീർക്കാൻ വേണ്ടി നോക്കുകയാണ്. അങ്ങ് രാഷ്ട്രീയമായ മറുപടി CPM നൽകുകയാണ്. പക്ഷെ ആ കുടുംബങ്ങൾക്ക് എന്താണ് ഈ സർക്കാർ നൽകുന്ന ഉറപ്പ് എന്നാണല്ലോ പ്രധാനം. ഇപ്പോൾ 2 ആഴ്ച സമയമുള്ളൂ. ഈ 2 ആഴ്ചക്കകം സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. നിങ്ങൾ ഇവരെ മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കാനുള്ള ശ്രമമാണോ നടത്തുക? അതിനവർ തയ്യാറാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിൽക്കുകയാണല്ലോ. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട, കാരണം ഇത് മുഖ്യമന്ത്രി, അതേപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അതേപോലെ തന്നെ ഇതിന്റെ ചുമതലയുള്ള റോജി എൻ ജോൺ, ഇത്രയും ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊരു ഭാഗമായിട്ടാണ് ഞാനും നിൽക്കുന്നത്, അവിടുത്തെ MLA എന്നുള്ളതിൽ. ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ വിളിച്ച് കോടതി 2 ആഴ്ച കാലത്തെ സമയം തന്നിട്ടുണ്ട് എന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം നമുക്ക് അടിയന്തരമായി തിരുവനന്തപുരത്ത് നമുക്ക് റോജി എം ജോണും ഉള്ള സമയം നോക്കി മീറ്റിംഗ് കൂടി എന്താണ് ഇനി ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. അതുപോലെ തന്നെ AGയുടെ അഭിപ്രായം ചോദിക്കും. അപ്പോൾ ഇവരെ സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നുള്ളത് 100% ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ. അവരുടെയും കൂടെ അഭിപ്രായം കണക്കിലെടുത്ത് ചെയ്യാൻ പോകുന്നത്, അല്ലാതെ അവരെ വഴിയാധാരാക്കി വിടുന്ന ഒരു പ്രശ്നമില്ല. അല്ലാതെ ഇത് എത്രയോ നേരത്തെ ഇത് തീർക്കാമായിരുന്ന ഒരു വിഷയമാണ്. തീർക്കാൻ ശ്രമിച്ചിട്ടില്ല. തീർക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം വീണ്ടും ആളിക്കത്തിച്ച് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി അവരിലൂടെ ഇപ്പം പൊതുവെ അറിയപ്പെടുന്നത് ഇത് ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരായ ആളുകളെ ഇതാ UDF സർക്കാർ വന്നതിന് ശേഷം അവരെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള കേസാണെന്നുള്ളതോ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്നുള്ളതോ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് പോലും പലർക്കും അറിയത്തില്ല. ഏതോ പുറമ്പോക്ക് സർക്കാരിന്റെ ഭൂമിയിൽ നിന്നും കുടിയിറക്കി സുപ്രീം കോടതി വിധിയുണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ഇന്നലെ വരെ വരാതിരുന്ന മുൻ മന്ത്രി ബിന്ദു ഒക്കെ ഇപ്പൊ ഓടി കിതച്ചു വന്നിരിക്കുക. എന്തുകൊണ്ട് നേരത്തെ ഇവിടെ ആരും വന്നില്ല? ശരി, നാഴികയ്ക്ക് 40 വട്ടം പ്രസ്താവന കേൾക്കുന്ന AK ബാലൻ ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയോ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത്? ശരി, അങ്ങ് രാഷ്ട്രീയമായി ശക്തമായ മറുപടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പാലിത്തുകാവിലെ ജനങ്ങളെ സംബന്ധിച്ച്, ഈ പട്ടികജാതി കുടുംബങ്ങളെ സംബന്ധിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം എന്താണ് തീരുമാനമെന്ന് സർക്കാർ ഉറ്റുനോക്കുന്നുണ്ട്. സർക്കാർ അവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പാണ് ഇപ്പോൾ സ്ഥലം MLA കൂടിയായ ശ്രീ UP സജീന്ദ്രൻ നൽകിയത്. വളരെ നന്ദി കാര്യങ്ങളിൽ പ്രതികരിച്ചതിന്. ശ്യാം ദേവരാജും സജോ ദേവസിയുമാണ് പാലിത്തുകാവിൽ വിവരങ്ങൾ നൽകിയത്.